എല്ലാരും പറഞ്ഞു ബ്രസ്റ്റ് ഫീഡിങ് നാച്ചുറലാണ്. എല്ലാരും പറഞ്ഞു ബ്രസ്റ്റ് ഫീഡ് ചെയ്യലാണ് നമ്മുടെ ബേബിയായിട്ട് ബോണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. പക്ഷെ ആരും എന്നോട് പറഞ്ഞില്ല ഇത് ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറാനുള്ള ചാൻസ്. ഓരോ ഫീഡിലും ഞാൻ വേദന സഹിക്കാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇഫ് യു ആർ pregnant or newly postpartum or struggling to feed your baby directly, this video is for you. ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നു എന്റെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടൈമും ഞാൻ അത് എങ്ങനെ അതൊന്ന് സർവൈവ് ചെയ്തു എന്നുള്ളതൊക്കെയാണ്. ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഞാൻ ബാക്ക് ആൻഡ് ഫോർത്ത് ഒരുപാട് ആലോചിച്ചിട്ടാണ് ഇങ്ങനൊരു ഡിസിഷനിലേക്ക് ഷെയർ ചെയ്യണം എന്നൊരു ഡിസിഷനിലേക്ക് എത്തുന്നത്. കാരണം ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത് ഡീപ്ലി പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഇങ്ങനെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഡേയ്സ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓൺലൈനിലായിട്ടും അല്ലെങ്കിൽ കാണുന്നവരോടൊക്കെയും എപ്പോഴും ഞാൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്റെ അതേപോലെ എക്സ്പീരിയൻസ് ഉള്ള വേറെ ആരെങ്കിലും ഉണ്ടോ, അവർക്കൊക്കെ ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻസ് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ. പക്ഷെ എന്റെ സിമിലർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് കണ്ടുപിടിക്കാൻ ആക്ച്വലി പറ്റിയിട്ടില്ല. സെയിം അല്ലെങ്കിലും ബ്രസ്റ്റ് ഫീഡിങ് ഇഷ്യൂസ് കാരണം ഒരുപാട് കഷ്ടപ്പെട്ട കുറെ മോംസിന്റെ സ്റ്റോറീസ് കേട്ടു. സോ ഞാൻ വിചാരിക്കുന്നത് എന്റെ ഈ സ്റ്റോറി ഷെയർ ചെയ്യുന്നതിലൂടെ വേറൊരു മദറിനെ, സമൺ ഹു ഈസ് സ്ട്രഗ്ലിംഗ് ഔട്ട്സൈഡ്, ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഞാൻ മാത്രല്ല, ഞാൻ ഒറ്റയ്ക്കല്ല, നോട്ട് അലോൺ എന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി മൈ ഗ്രേറ്റ് പ്ലഷർ. ഡയറക്ട് ഫീഡിങ് പറ്റാതിരുന്ന സമയത്ത് ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാസ് ഫെയിലിംഗ്. ആ ഒരു ഗിൽട്ടും കൂടി എനിക്കുണ്ടായിരുന്നു. ബട്ട് ഇപ്പോ ഐ എം ലുക്കിംഗ് ബാക്ക് ആൻഡ് ഐ ഫീൽ ലൈക്ക് കുറച്ചു നേരത്തെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അത് അത്രയും ഹെൽപ്ഫുൾ ആയിരുന്നു. ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാനൊരു എക്സ്പേർട്ട് ആയതുകൊണ്ടോ എന്റെ എല്ലാ പ്രോബ്ലംസും എല്ലാം മാജിക്കലി ഡിസപ്പിയർ ആയിട്ട് എല്ലാത്തിനും സൊല്യൂഷൻ കണ്ടുപിടിച്ചതുകൊണ്ടൊന്നും അല്ല. പക്ഷെ ഡ്യൂറിങ് ദി ഹാർഡസ്റ്റ് ഡേയ്സ് ആഫ്റ്റർ ഗിവിംഗ് ബർത്ത് ഐ വാസ് സെർച്ചിങ് ഓൺലൈൻ. എന്റെ പോലെ എക്സ്പീരിയൻസ് ഉള്ള വേറെ ആരെങ്കിലും ഉണ്ടോ, ഡിഡ് ഐ ഗെറ്റ് എനി സൊല്യൂഷൻ, അങ്ങനെ ഒരുപാട് ഞാൻ സെർച്ച് ചെയ്തിരുന്നു. സോ നൗ ഐ എം ഷെയറിങ് മൈൻ. പ്രഗ്നന്റ് ആയിരുന്നപ്പോ ഞാൻ മൈൻഡില്, ഞാനെന്നല്ല എല്ലാവരും മൈൻഡില് നമ്മള് ഇമാജിൻ ചെയ്ത് വെച്ചൊരു സെനാരിയോ ഉണ്ട്. ബേബിനെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നു, പീസ്ഫുൾ ആയിട്ട് നമ്മൾ ഫീഡ് ചെയ്യുന്നു, ബേബി നമ്മളെ നോക്കി ചിരിക്കുന്നു, നമ്മളത് എൻജോയ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ. പക്ഷെ എനിക്ക് എന്റെ ബ്രസ്റ്റ് ഫീഡിങ് ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്റെ എല്ലാ എക്സ്പെക്ടേഷൻസിനും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. എന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ഗിവ് അപ്പ് ചെയ്ത സ്റ്റോറി അല്ല കേട്ടോ. എന്റെ സ്റ്റോറി എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ അല്ല, പലപ്പോഴും റിയാലിറ്റി അല്ലെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളതാണ് ചില സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓൾസോ ഫൈൻഡിങ് എ വേ ടു കണ്ടിന്യൂ ഫീഡിങ് മൈ ബേബി ഓർ ഗിവിംഗ് മൈ ബേബി മൈ ബ്രസ്റ്റ് മിൽക്ക്. And I hope this video will remind you that you are not alone in this. I'm sharing this because I am a mother who struggled. I wanted my breastfeeding journey to be a wonderful experience, but ഏറ്റവും പേടിയായിട്ടുള്ള, ഏറ്റവും ഞാൻ ആൻഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് അത് മാറിയത്. എല്ലാരെയും പോലെ എന്റെ ആഗ്രഹം ഒരു നോർമൽ ഡെലിവറി ആണെന്ന്. അപ്പൊ അതിന് വേണ്ടിട്ട് കുറെ പരിപാടികൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് മൊമെന്റിൽ ഒരു എമർജൻസി സി സെക്ഷൻ ആണ് എനിക്ക് വേണ്ടത്. സോ നമുക്കിപ്പോ സി സെക്ഷൻ ഉണ്ടായാലേ പിറ്റേ ദിവസം നമുക്കറിയാലോ ആ ഒരു സെഡേഷൻ നമ്മളെ വിട്ടിട്ട് പോയിട്ടുണ്ടാവില്ല. നമുക്ക് ചുറ്റും എന്താ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് കാര്യമായിട്ട് വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എന്റെ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് എനിക്ക് കാര്യമായിട്ടൊരു മെമ്മറി ഇല്ല. ഞാൻ ആ ഒരു സെഡേറ്റീവ് മൈൻഡിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ സിസ്റ്റേഴ്സ് വന്നിട്ട് അവര് ഹെൽപ്പ് ചെയ്തിട്ടാണ് ഫീഡ് ചെയ്തത്. സോ ഫസ്റ്റ് ഡേ ഫീഡ് ചെയ്യുമ്പോ തന്നെ എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പൊ ബട്ട് ഞാൻ വിചാരിച്ചു മീൻസ് ഫസ്റ്റ് ടൈം ഫീഡ് ചെയ്യുമ്പോ ഒരു പെയിൻ ഉണ്ടാവും എന്ന് എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഏത് സംഭവം എന്ന് വിചാരിച്ചു. പിന്നെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സെഡേഷൻ ആ ഒരു മൂഡിലായതുകൊണ്ട് കാര്യമായിട്ടൊരു അത് അത്രയ്ക്ക് ഫീൽ ആവാൻ പറ്റിയതില്ല. ബട്ട് സെക്കൻഡ് ഡേ ആയപ്പോ അങ്ങനെ ക്രാക്സ് ഒക്കെ കാണാൻ തുടങ്ങി. ഫസ്റ്റ് ഡേ സിസ്റ്റേഴ്സ് അവര് ലാച്ച് ചെയ്ത് തന്നത് കുട്ടീനെ വെച്ച് അവര് തന്നെയാണല്ലോ ലാച്ച് ചെയ്യുക. അപ്പൊ അങ്ങനെ അവര് ലാച്ച് ചെയ്ത് തന്നത് പ്രോപ്പർ ആയില്ലായിരുന്നു. സോ അങ്ങനെ നിപ്പിളില് ക്രാക്സ് വന്നു. അപ്പം എനിക്ക് ഫീഡ് ചെയ്യാൻ തുടങ്ങുമ്പോ തന്നെ ഭയങ്കര പെയിൻ വരാൻ. ഡോക്ടറോട് സംസാരിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇതൊക്കെ കോമൺ ആണ്, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്, ഇത് ഇത്ര വലിയ സീനാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ഒരു നിക്കർ എന്ന് പറഞ്ഞിട്ട് ഓയിന്റ്മെന്റ് തന്നു, അത് യൂസ് ചെയ്താൽ മതി, അത് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് ഓയിന്റ്മെന്റ്സ് അപ്ലൈ ചെയ്ത് നോക്കി.
പക്ഷെ പെയിൻ കുറയുന്നില്ല. നമ്മളിപ്പോ ഒരു ഡേയിൽ തന്നെ നമ്മൾ കുറെ തവണ ഫീഡ് ചെയ്യുന്നത്. അപ്പൊ അത്രയും തവണ ഫീഡ് ചെയ്യുമ്പോഴും പെയിൻ മാറുന്നില്ല. പെയിൻ മാറുന്നില്ല എന്ന് മാത്രമല്ല, പെയിന്റെ ആ ഒരു ഇന്റൻസിറ്റി ഭയങ്കരമായിട്ട് കൂടി. ചെറിയ രീതിയിലുള്ള പെയിൻ അല്ല. അതായത് നമുക്ക് ഞാൻ എന്റെ ഡെലിവറിയിൽ എനിക്ക് കോൺട്രാക്ഷൻ പെയിൻ ആക്ച്വലി ഒരു ഈവനിങ് ഒരു 4 മുതൽ എനിക്ക് പിറ്റേ ദിവസം ഒരു 4 വരെ എനിക്ക് കോൺട്രാക്ഷൻ പെയിൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ കോൺട്രാക്ഷൻ പെയിൻ എനിക്ക് ബെയറബിൾ ആയിരുന്നു. പക്ഷെ ഇത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കും പെയിൻ എന്ന് വെച്ചാൽ ഞാൻ എന്റെ ലൈഫിൽ ഇത്രയും പെയിന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഇല്ല. അറ്റ് എ മൊമെന്റ് ഞാൻ ഇത്രയും പെയിന് എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഇല്ല. അപ്പൊ ഇത് നോർമൽ ആണോ എന്ന് ഞാൻ എല്ലാവരോടും ചോദിക്കുമ്പോൾ എല്ലാവരും മീൻസ് അതൊക്കെ കൊടുത്താൽ മാറും. സിസ്റ്റേഴ്സിനായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും ഡോക്ടറുടെ ആവശ്യം വരുമ്പോൾ നമ്മൾ കൺസേൺ ആയിട്ട് പറയുമ്പോഴാണെങ്കിലും അതൊക്കെ കൊടുത്താൽ മാറും, അതൊക്കെ ബ്രസ്റ്റ് ഫീഡ് ചെയ്താൽ മതി, അപ്പൊ മാറിക്കോളും എന്ന് പറയും. അപ്പൊ നമ്മൾ പിന്നെയും ട്രൈ ചെയ്യും. പക്ഷെ ആ പെയിൻ എന്ന് പറയുന്നത് എനിക്ക് എന്റെ തലച്ചോറ് വരെ കയറുന്ന രീതിയിലുള്ള ഭയങ്കര ഇന്റൻസീവ് ആയിട്ടുള്ള, ഭയങ്കര ഇന്റൻസീവ് എന്ന് വെച്ചാൽ എനിക്ക് ഒരു തരത്തിൽ സഹിക്കാൻ പറ്റാത്ത അത്രയും പെയിൻ ആയിരുന്നു. ഐ വാസ് ക്രൈയിങ് മൈ എന്താ പറയാ ത്രോട്ട് ഔട്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, സ്ക്രീം ചെയ്യായിരുന്നു. എനിക്ക് വേദന സഹിക്കാൻ പറ്റാതെ. എനിക്കാണെങ്കിൽ എനിക്ക് നല്ല ഓവർ സപ്ലൈ ആയിരുന്നു, എനിക്ക് ജനറൽ സപ്ലൈ ആയിരുന്നു മിൽക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ തവണ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോഴും എനിക്ക് ബ്രസ്റ്റിൽ മിൽക്ക് അത്രയും സെക്യൂർഡ് ആയിട്ട് അങ്ങനെയും ഫുള്ളായിട്ട് ഇരിക്കുകയായിരിക്കും എല്ലാ സമയത്തും. അപ്പൊ എനിക്ക് ഇതിങ്ങനെ ഫുള്ളായിരുന്നു, കുട്ടിക്ക് കൊടുക്കാനും പറ്റുന്നില്ല, ഭയങ്കര കല്ലിപ്പൂ വന്നു, അതിന്റെ പെയിൻ ആണെങ്കിൽ അങ്ങനെ. പക്ഷെ എനിക്ക് സൈഡിൽ തൊടാൻ പോലും പറ്റാത്ത അത്രയും വലിയ പെയിൻ ആയിരുന്നു. അപ്പൊ നമ്മൾ അത്രയും വലിയ പെയിൻ വെച്ചിട്ട് എങ്ങനെയാണ് കുട്ടിക്ക് ഫീഡ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ നിപ്പിൾ ക്രാക്സ് ഉള്ള ഒരാൾക്ക് ഉണ്ടാവുന്ന അത്ര ഇന്റൻസിറ്റി ഉള്ള ഒരു പെയിൻ ആയിരുന്നില്ല എനിക്കുണ്ടായിരുന്നു. ഞാൻ കുറെ പേരോട് ചോദിച്ചു എന്തുകൊണ്ടാ ഇത്ര പെയിൻ വരുന്നത്. അപ്പൊ കുറെ പേര് പറഞ്ഞു അത് നിപ്പിൾ ക്രാക്സ് ഉണ്ടെങ്കിൽ. അപ്പൊ ഞാൻ നോക്കുമ്പോ അല്ലെങ്കിൽ ഞാൻ ഡോക്ടർക്ക് കാണിക്കുന്നു, ക്രാക്സ് കാര്യമായിട്ടില്ല. ക്രാക്സ് ഇല്ലാതെ എന്തുകൊണ്ടാണ് ഇത്രയും പെയിൻ വരുന്നതിനെ കുറിച്ചിട്ടൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കരമായിട്ട് പാനിക് ആവാൻ തുടങ്ങി. ഇൻസ്റ്റെഡ് ഓഫ് ഹോൾഡിംഗ് ദ ബേബി ഐ വാസ് ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക്. എപ്പോഴാ ഇനി അടുത്ത ഫീഡിങ്. ആ പെയിനിന്റെ ആ ഇന്റൻസിറ്റി ആലോചിച്ചിട്ട് എനിക്ക് എങ്ങനെ ഇത് സഹിക്കും എന്നൊക്കെ ഉള്ളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ഡിലമയിലായി ഞാൻ. അങ്ങനെ ഡോക്ടർക്ക് പീഡിയാട്രീഷ്യൻ റൗണ്ട്സിന് വന്ന സമയത്ത് ഡോക്ടർക്ക് കൺസേൺ ഷെയർ ചെയ്തപ്പോ അപ്പൊ ഡോക്ടറാണ് കുട്ടിക്ക് അപ്പൊ എങ്ങനെ പെയിൻ മാറുന്നത് വരെ എങ്ങനെയാണ് ഫോർമുല യൂസ് ചെയ്തിട്ട് ഫീഡ് ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ മിൽക്ക് ഒരുപാട് ബ്രസ്റ്റ് ആണെങ്കിൽ ഫുള്ളായി മിൽക്ക് നിറഞ്ഞ് ഇത് ഭയങ്കരമായിട്ടുള്ള കല്ലിപ്പ് വേദനയും വരാൻ. അപ്പൊ എങ്ങനെയെങ്കിലും ഇത് ഹാൻഡ് എക്സ്പ്രസ് ചെയ്തിട്ടെങ്കിലും മിൽക്ക് പുറത്തെടുക്കുക എന്നുള്ളതായിരുന്നു ആകെയുള്ള ഒരു ഓപ്ഷൻ. പക്ഷെ എനിക്ക് ഇതുപോലെ ടച്ച് ചെയ്യാൻ പോലും പറ്റുന്നില്ല. തുണി തട്ടാനോ അല്ലെങ്കിൽ വെള്ളം തട്ടാനോ കാറ്റ് തട്ടാൻ പോലും പറ്റാത്ത അത്രയും പെയിൻ ആയതുകൊണ്ട് എങ്ങനെ ഇത് മിൽക്ക് എങ്ങനെ പുറത്തെടുക്കും എന്നുള്ളതും പറ്റുന്നില്ല. അങ്ങനെ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറെ പെയിൻ കില്ലേഴ്സ് കഴിച്ചിട്ട് മിൽക്ക് പുറത്തെടുക്കാൻ വേണ്ടി ഹാൻഡ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. പിന്നെ മാനുവൽ പമ്പ് ഡോക്ടർക്ക് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നാൽ മാനുവൽ പമ്പ് യൂസ് ചെയ്തിട്ട് പമ്പ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും പാല് പുറത്തെടുക്കണം, ഇല്ലെങ്കിൽ അത് കല്ലിച്ചിട്ട് നമുക്ക് അത് പിന്നീട് ഓപ്പറേറ്റ് ചെയ്തിട്ട് കീറിയിട്ടൊക്കെ എടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. എല്ലാരും ഭയങ്കരമായിട്ട് പേടിച്ചു, ഞാനും പേടിച്ചു. ഞാൻ ഒന്നാമത് നമ്മള് സിസേറിയന്റെ തന്നെ റിക്കവർ ആയിട്ട് വരാന്ന് പറയുന്നത് കുറച്ച് ഭയങ്കര പാടുള്ള പരിപാടിയാണ്. നമുക്ക് ഒറ്റയ്ക്കൊന്നും എണീറ്റ് നിൽക്കാനോ ഇരിക്കാനോ ഭക്ഷണം കഴിക്കാനോ ബാത്റൂമിൽ പോകാനോ ഒന്നും പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ഇതുകൂടി വന്നപ്പോ ഒരു ഭയങ്കര ഒരു ഡാർക്ക് സിറ്റുവേഷൻ ആയിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ എല്ലാരും സ്റ്റക്ക് ആയിപ്പോയി. കാരണം എനിക്ക് ഹാൻഡ് എക്സ്പ്രസ് ചെയ്തിട്ടോ മാനുവൽ പമ്പ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മിൽക്ക് പുറത്തെടുക്കുക എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ ആയിട്ട് പറ്റുന്നുണ്ടായില്ല. അത്രയും പെയിൻ ആയിരുന്നു. അപ്പോ ബേബിക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ തവണ ട്രൈ ചെയ്യുമ്പോഴും ചില സമയങ്ങളിൽ പെയിൻ സഹിക്കാൻ പറ്റാതെ യൂറിനേറ്റ് ചെയ്യാം, പെയിൻ ഭയങ്കര പെയിൻ, അത് തലയ്ക്ക് അടിച്ചു കയറി എനിക്ക് അങ്ങനെ അൺകോൺഷ്യസ് ആകുക, അങ്ങനത്തെ സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഡയറക്ട് ഫീഡിങ് ഓക്കെ ആവാതെ നമ്മൾ എങ്ങനെ വീട്ടിലേക്ക് പോകുമെന്ന് അറിയാത്തതുകൊണ്ട് 1 വീക്കോളം നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്യാണ് ചെയ്തത്. എന്തെങ്കിലുമൊക്കെ പോകും വഴി ഉണ്ടോന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഓരോ തവണ സിസ്റ്റേഴ്സ് വരും, ഓരോ മെത്തേഡ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. ക്രാക്സ് ആണെങ്കിൽ ക്രാക്സിനുള്ള ഓയിൻമെന്റ്സ് പലത് മാറ്റി തന്നു നോക്കി. കുറെ വേദനയ്ക്കുള്ള ഗുളികൾ നോക്കി, കുറെ ഇഞ്ചക്ഷൻസ് വെച്ച് നോക്കി. എന്ത് ചെയ്തിട്ടും എനിക്ക് ഫീഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പെയിൻ മാറുന്നേ ഇല്ല. അങ്ങനെ എന്താണ് ഇതിന്റെ ഇഷ്യൂ എന്ന് മനസ്സിലാവാതെ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയി. ഇമാജിൻ നമ്മൾ അത്രയും മേജർ ആയിട്ടുള്ള ഒരു സർജറി കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ റിക്കവറിക്ക് വേണ്ടിയിട്ട് കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ കൂടി വരുമ്പോൾ
ഉറക്കവും കിട്ടുന്നില്ല. ഓരോ തവണ ബേബി കരയുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഗിൽട്ട് ഫീൽ ചെയ്യുക. മീൻസ് ബേബിക്ക് എങ്ങനെയെങ്കിലും കൊടുക്കണം, മിൽക്ക് എങ്ങനെയെങ്കിലും കൊടുക്കണം എന്നുള്ളത്, നമുക്ക് ഫീഡ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ടും നമ്മൾ ഓരോ തവണയും ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ ഓരോ തവണ ബേബി ലാച്ച് ചെയ്യുന്ന സമയത്തും നമുക്ക് വേദന സഹിക്കാൻ പറ്റാതെ ഓരോ തവണയും നമ്മൾ അങ്ങനെ ഫീഡിങ് നിർത്തുകയാണ് ചെയ്യുന്നത്. കുറെ പേര് വന്നു, എന്റെ റിലേറ്റീവ്സ് കുറെ പേര് വന്നു, കുറെ പേരോട് ചോദിച്ചു ഹാൻഡ് എക്സ്പ്രസ് ചെയ്യാൻ. ഓരോ തവണയും ഹാൻഡ് എക്സ്പ്രസ് ചെയ്യാൻ നോക്കി. ചിലപ്പോൾ ഒരു നൈറ്റ് ഫുള്ളൊക്കെ ഇരുന്ന് നമ്മൾ ഹാൻഡ് എക്സ്പ്രസ് ചെയ്യാൻ നോക്കി. പക്ഷെ അങ്ങനെ ചെയ്തിട്ടൊന്നും മിൽക്ക് പുറത്ത് വരുന്ന മീൻസ് അത്രയും മിൽക്ക് എനിക്ക് സെക്രേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊന്നും മിൽക്ക് നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റുന്നതല്ല. മിൽക്ക് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കല്ലിക്കുകയും ചെയ്തു. ഞാൻ വേദന സഹിക്കാതെ കരഞ്ഞു. എന്ത് ചെയ്യുമെന്ന് അറിയാതെ ആണ് ഞാൻ എൻ്റെ കസിൻ, അവൻ ഡോക്ടറാണ്. അപ്പൊ ഞാൻ കസിനെ വിളിക്കുന്നു. അപ്പൊ ഞാൻ അവർക്ക് എന്തെങ്കിലും ചെയ്തിട്ട്, ലോക്കൽ അനസ്തേഷ്യോ എന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് മിൽക്ക് ഒന്ന് പുറത്ത് ഒന്ന് റിമൂവ് ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ബേബി ഉള്ളതുകൊണ്ട് ഫീഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് അങ്ങനെ വലിയ ഇന്റൻസ് ആയിട്ടുള്ള മെഡിസിൻസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ആലോചിക്കട്ടെ. അങ്ങനെ അവന്റെ വൈഫും രണ്ടുപേരും കൂടി സജസ്റ്റ് ചെയ്തിട്ടാണ് അവരുടെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ലാക്ടേഷൻ എക്സ്പേർട്ടിനെ ഞാൻ കാണാൻ വേണ്ടി പോകുന്നത്. എനിക്ക് അതുവരെ അറിയില്ലായിരുന്നു ലാക്ടേഷൻ എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ ഉണ്ട്, അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്, അങ്ങനെ ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ടെന്ന് പോലും എനിക്ക് അത്രയും കാലം അറിയില്ലായിരുന്നു. ഞാൻ അവിടെ പോയി, ഞാൻ കരഞ്ഞുകൊണ്ടാണ് അവിടെ പോകുന്നത്. അവരെന്നെ ടെസ്റ്റ് ചെയ്യുമ്പോഴും അവരോട് ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ വേദന സഹിക്കാതെ ഞാൻ കരഞ്ഞു കുളിക്കുകയായിരുന്നു. പക്ഷെ എന്റെ ഗൈനക്കോളജിസ്റ്റ്, എന്റെ ഡെലിവറി എന്റെ ഒക്കെ ചെയ്ത ഗൈനക്കോളജിസ്റ്റ് എന്നോട് ബിഹേവ് ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ലാക്ടേഷൻ എക്സ്പേർട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചത്. എന്റെ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഭയങ്കര കോമൺ ആണ്, ഇതൊക്കെ സഹിക്കണം, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്, ഈ മാത്രമല്ല ഡെലിവറി കഴിഞ്ഞ ഒരാളുണ്ട്, ഈ ഹോസ്പിറ്റലിൽ ഒരുപാട് പേർക്ക് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്, കുറെ പേർക്ക് കാണിച്ചിട്ടുണ്ട്, പക്ഷെ അവരൊക്കെ അത് സഹിക്കുന്നുണ്ട്, നമുക്ക് വേദന ഒന്നും സഹിക്കാൻ പറ്റാത്തതാണ്, അല്ലാതെ ഇത് വലിയൊരു ഇഷ്യൂ ഒന്നുമല്ല, നമുക്ക് മേലെ തല്ല് കിട്ടാത്തതിന്റെ കുഴപ്പമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മെന്റലി ടോർച്ചർ ചെയ്യുന്ന പോലെ റൂഡായിട്ട് റഫായിട്ടൊക്കെയാണ് എന്റെ ഗൈനക്കോളജിസ്റ്റ് എന്നോട് സംസാരിച്ചത്. അത് ആ ഒരു സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റിങ്, നമുക്ക് മീൻസ് നമ്മളൊരു ഹെൽപ്പ് ചോദിച്ചിട്ടാണല്ലോ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു റെസ്പോൺസ് കിട്ടുമ്പോൾ അത് ഭയങ്കര ബാഡ് ആയിപ്പോയി. അപ്പൊ പക്ഷെ ഇവിടെ വന്നപ്പോ ആഷ്ലി എന്നാണ് എന്റെ ലാക്ടേഷൻ എക്സ്പെർട്ടിന്റെ പേര്. അപ്പൊ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ദയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലിനിക്കിലാണ് ആള് വർക്ക് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് തലേ ദിവസം ഞാൻ അവരുടെ വീഡിയോ കോൾ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറെ മസാജ് ടെക്നിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പെയിൻ ആയിരുന്നില്ല. അതിന് പോലും പറ്റാത്ത, ക്ലോത്ത് മര്യാദ ഇടാൻ പറ്റാത്ത, ക്ലോത്തോ കാറ്റ് പോലും കെട്ടാൻ പറ്റാത്ത പെയിൻ ആയിരുന്നു. എനിക്ക് മസാജിങ് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ടും അന്ന് ആ ഡേ ഫുള്ള് നമ്മൾ ഹാൻഡ് എക്സ്പ്രസ് ചെയ്യാനും മസാജ് ചെയ്യാനും വാം കംപ്രസ് ചെയ്യാനും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും വർക്കായില്ല. സോ അവിടെ പോയപ്പോ അവര് എന്റെ ഇഷ്യൂ ഒക്കെ അവര് ഭയങ്കര കാര്യമായിട്ട് കേട്ടു. അവര് ഫസ്റ്റ് എന്നെ പറഞ്ഞത് ഇത് അങ്ങനെ പേടിക്കാനൊന്നുമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്ത് ഇത് നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. എന്തായാലും നമുക്ക് ഈ മിൽക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യണം, കാരണം കുറെ ദിവസമായിട്ട് അങ്ങനെയായിട്ട് നമുക്ക് നല്ല ടെമ്പറേച്ചർ ഉണ്ട്, ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. അപ്പൊ ഇത് കൂടുതൽ സമയം അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇഷ്യൂ ആവും. ഇഷ്യൂ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്തെടുക്കുക, അങ്ങനെയുള്ള ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാവുള്ളൂ. അപ്പൊ സോ ഇപ്പൊ തന്നെ അത് നമുക്ക് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് പമ്പ് യൂസ് ചെയ്തിട്ടും ഒന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യുന്ന അറിയില്ല. അപ്പോഴാണ് ഇവര് പറയുന്നത് ഇലക്ട്രിക് പമ്പ് യൂസ് ചെയ്യാൻ. അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് നഴ്സസിന്റെ അടുത്തും ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ ഈ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇലക്ട്രിക് പമ്പ് യൂസ് ചെയ്തിട്ട് കാര്യങ്ങൾ. ബിക്കോസ് നമുക്ക് ഇലക്ട്രിക് പമ്പിനെ കുറിച്ചോ പമ്പിങ്ങിനെ കുറിച്ചോ ഒന്നും ഒരു ഐഡിയ ഇല്ല. അപ്പൊ നമ്മള് സിസ്റ്റേഴ്സിന്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവർ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല, മാനുവൽ പമ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യമില്ല എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് പമ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും വരാനില്ല. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഇതിനെ കുറിച്ച് ആലോചിച്ചില്ല. അപ്പോഴാണ് ഡോക്ടർ ആഷ്ലി എന്റെ അടുത്ത് പറയുന്നത് ബ്രസ്റ്റ് പമ്പ് ഏത് യൂസ് ചെയ്യണമെങ്കിലും മാനുവൽ ആണെങ്കിലും ഇലക്ട്രിക് ആണെങ്കിലും യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്ലാന്റ് സൈസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്ലാന്റ് സൈസ് നമ്മൾ മെഷർ ചെയ്തിട്ട് നമ്മൾ നിപ്പിള് ടച്ച് ചെയ്യാത്ത രീതിയിൽ അരിയോളയിലേക്ക് മാത്രം ഫോഴ്സ് വരുന്ന രീതിയിൽ, അതായത്
ബേബി എങ്ങനെയാണോ മിൽക്ക് സക്ക് ചെയ്തെടുക്കുക ഫീഡ് ചെയ്യുമ്പോൾ അതേപോലെ നമ്മുടെ നിപ്പിളിലേക്ക് ഫോഴ്സ് തരാതെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രിക് പമ്പ് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അതിന്റെ നിപ്പിളുടെ ഡയമെൻഷൻസ് ഒക്കെ എടുത്ത് ആ മെഷർമെന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ പമ്പ് വാങ്ങിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് കിട്ടണം എന്നുള്ളതുകൊണ്ട് ഓൺലൈനിലൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ അപ്പൊ തന്നെ കിട്ടണം എന്നുള്ളതുകൊണ്ട് നമ്മൾ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ നമ്മൾ ആ സമയത്ത് എനിക്ക് ബേബിനെ ലാച്ച് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നല്ലോ, ബിക്കോസ് അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം. അങ്ങനെ ആ ബ്രസ്റ്റ് പമ്പ് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടാണ് മിൽക്ക് റിമൂവ് ചെയ്തത്. ആ സമയത്ത് എനിക്ക് കിട്ടിയൊരു റിലീഫ് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരുന്നു. ബിക്കോസ് നമുക്ക് അത്രയും കാലം ഇങ്ങനെ ഒരു ലാക്ടേഷൻ എക്സ്പെർട്ട് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ് ഈ കാര്യം ഒന്നും നമുക്കറിയില്ല. നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ട് അതങ്ങനെ അങ്ങ് സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ ബ്രസ്റ്റ് ഫീഡിങ് അങ്ങനെ നാച്ചുറൽ ആയിട്ട് എല്ലാവർക്കും സംഭവിച്ചോണമെന്നില്ല. അങ്ങനെ ഈസി ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവാം. പക്ഷെ അതിൽ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എസ്പെഷ്യലി ലാച്ചിങ്. പുവർ ലാച്ചിങ് ആണെന്നുണ്ടെങ്കിൽ, ഷാലോ ലാച്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിപ്പിളിൽ ക്രാക്സ് വരും. ക്രാക്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പെയിൻ ആയിരിക്കും. കാരണം നമ്മുടെ മെമ്മറി ഗ്ലാൻസിൽ, നമ്മുടെ ബ്രസ്റ്റിലൊക്കെ ഉള്ള നെർവ്സ് എന്ന് പറയുന്നത് അത്രയും ചെറുതായിട്ടുള്ള ഒരുപാട് നെർവ്സ്. ഡീപ് ലാച്ച് കിട്ടിയാൽ മാത്രമാണ് അതിലേക്ക് ഫോഴ്സ് വരാതെ നമ്മുടെ ആരിയോളയിലേക്ക് ഫോഴ്സ് വരുള്ളൂ. നിപ്പിളിലേക്ക് എപ്പോ ഫോഴ്സ് വരുന്നു അപ്പൊ നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും സംഭവിക്കാം. അപ്പൊ അരിയോള മൊത്തം കുഞ്ഞിന്റെ മൗത്തിന്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മുടെ ബ്രസ്റ്റ് ഫീഡിന്റെ സമയത്ത് വെച്ച് കൊടുക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്നിനെ കുറിച്ചിട്ടും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പ്രഗ്നൻസി ടൈമിൽ എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നു ബ്രസ്റ്റ് നല്ലോണം മസാജ് ചെയ്യണം, നിപ്പിൾ നന്നായിട്ട് മസാജ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് നിപ്പിൾ പുറത്തേക്ക് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെയിൻഫുൾ ആയിരിക്കും നമ്മുടെ ഫീഡിങ്. അപ്പൊ അതുകൊണ്ട് ഞാനൊരു 5th month മുതൽ തന്നെ എല്ലാ ദിവസവും ബിഫോർ ഷവർ ഞാൻ മസാജും ചെയ്യാറുണ്ടായിരുന്നു. ഓയിൽ ഇട്ടിട്ട്, ഞാൻ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇട്ടിട്ട് മസാജ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് വർക്കായില്ല. കാരണം എനിക്ക് എന്റെ ഇഷ്യൂ എന്ന് പറയുന്നത് നിപ്പിള് ഇല്ലാത്തതോ അല്ലെങ്കിൽ നിപ്പിൾ പുറത്തേക്ക് അല്ലാത്തതോ അങ്ങനത്തെ ഒരു ഇഷ്യൂ ആയിരുന്നു. എന്റെ അതെല്ലാം ഓക്കെ. പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നത് എന്നുള്ളത് മനസ്സിലായില്ല. അപ്പൊ ലാച്ചിങ് കറക്റ്റ് ആയിട്ട് ഡോക്ടർ ആഷ്ലിന്റെ അണ്ടറിൽ തന്നെ നമ്മൾ സെഷൻ എടുത്ത് നമ്മൾ ഒരു കംപ്ലീറ്റ് ബ്രസ്റ്റ് ഫീഡിങ് ഒരു സെഷൻ തന്നെ നമ്മൾ ചെയ്ത് നോക്കി. നല്ല രീതിയിൽ ലാച്ചിങ് എങ്ങനെ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ലാച്ചിങ് പ്രോപ്പർ ആയിട്ട് പോലും എന്റെ പെയിൻ മാറുന്നുണ്ടായിരുന്നു. അതായിരുന്നു എന്റെ മെയിൻ ഇഷ്യൂ. അങ്ങനെ കുറെ കാലം നമ്മൾ പമ്പ് യൂസ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്തെടുത്ത മിൽക്ക് ആദ്യമൊക്കെ സ്പൂണിലും പിന്നീട് കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഗോകർണം അല്ലെങ്കിൽ ഈ പാലട വെച്ചിട്ടാണ് ഫീഡ് ചെയ്തിരുന്നത്. സ്റ്റീലിൻ്റെ പാലട തട്ടിയിട്ട് കുഞ്ഞിൻ്റെ ചുണ്ടിലൊക്കെ മുറിയാവുന്ന അവോയ്ഡ് ചെയ്യാനാണ് ഈ സിലിക്കോണിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തത്. പിന്നീട് ഡയറക്റ്റ് ഫീഡിങ്ങിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ബോട്ടിൽസ് യൂസ് ചെയ്ത് ശീലിച്ചുണ്ടാകുന്ന ഒരു നിപ്പിൾ കൺഫ്യൂഷൻ ഉണ്ടല്ലോ, അത് അവോയ്ഡ് ചെയ്യാനായിരുന്നു ഇങ്ങനെ ചെയ്ത്. പിന്നെ ഒരു ബ്രസ്റ്റ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് ബോട്ടിലേക്ക് മാറുകയും ചെയ്തു കേട്ടോ. പിന്നെ എന്റെ ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വാസ് വെരി കൺസേൺ ദാറ്റ് കുട്ടിക്കും എനിക്കും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലാതായി പോകും. കാരണം കാണാൻ വരുന്ന എല്ലാ ആളുകളും എന്നോട് പറഞ്ഞിട്ടുള്ളത് ഡയറക്റ്റ് ഫീഡിങ് ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടിക്ക് നമ്മളായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല, ഒരു കണക്ഷൻ ഉണ്ടാവില്ല എന്നൊക്കെ. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഗിൽറ്റി ആവുന്നു. എത്രയോ തവണ ഡയറക്റ്റ് ഫീഡ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ട് വേദന സഹിക്കാതെ കുഞ്ഞിനെ വേറൊരാൾക്ക് കൈമാറുമ്പോൾ അവൻ കരുന്നതിൻ്റെ ഒപ്പം ഞാനിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഇനി ഒരിക്കലും ഇത് ശരിയാവില്ല എന്ന് രാത്രിയിൽ മുഴുവൻ ഇരുന്ന് പേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഡയറക്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റുക ഞാൻ കുറേ ഡോക്ടേഴ്സിനെ കണ്ടു. ഡോക്ടർ ആക്ച്വലി സജസ്റ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി. അങ്ങനെ ലംസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും. പിന്നെ 2-3 സർജൻസിനെ കണ്ടു. പിന്നെയും ഗൈനക്കിനെ കണ്ടു. ന്യൂറോളജിസ്റ്റിനെ കണ്ടു. നെർവിന് എന്തെങ്കിലും ഇഷ്യൂസ് ആണെന്ന് ന്യൂറോളജിസ്റ്റിനെ കണ്ടു. പക്ഷെ അതുകൊണ്ടൊന്നും എന്താണ് ഇഷ്യൂ എന്നുള്ളത് ആർക്കും കണ്ടിരിക്കാൻ പറ്റില്ല. എല്ലാവരും എനിക്ക് മെഡിസിൻസ് തരും, എല്ലാവരും എൻ്റെ അടുത്ത് പറയും പ്രോപ്പർ ലാച്ചിങ് ആക്കണം, മസാജ് ചെയ്യണം, അങ്ങനെയൊക്കെ പറയും. ഇതെല്ലാം ചെയ്തിട്ടും എനിക്ക് എന്റെ പെയിൻഫുൾ ആയിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിങ് മാറി കിട്ടി. അങ്ങനെ കുട്ടിയായിട്ടുള്ള കണക്ഷൻ പോവും എന്നുള്ള ഒരു പേടി എനിക്കുണ്ട് എന്ന് പറഞ്ഞ സമയത്താണ് ഡോക്ടർ ആക്ച്വലി പറയുന്നത് അങ്ങനെ ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഹസ്ബൻഡിനോടും എന്നോടും രണ്ടുപേരോടും ചെയ്യാനാണ് പറഞ്ഞത്. ഫാദറും മദറും ബേബി ആയിട്ട് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു കോണ്ടാക്ട് അവർക്ക് അല്ലാത്ത സമയത്ത്
നമ്മുടെ ബോഡി ഹീറ്റ് അവർക്ക് കിട്ടുന്ന രീതിയിൽ സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ, ഇപ്പൊ ഞാൻ 4 months പോസ്റ്റ്മോർട്ടമാണ്, ഇന്ന് വരെ എന്റെ ബ്രസ്റ്റ് ഫീഡിങ് റിലേറ്റഡ് ആയിട്ട് എല്ലാ ക്വയറീസും എല്ലാ കൺസേൺസും ഞാൻ ഡോക്ടർ ആഷ്ലി ആയിട്ടാണ് ഷെയർ ചെയ്യാറ്. സ്പോട്ടിൽ എനിക്ക് റെസ്പോൺസ് തരും. എനിക്ക് ഇത്രയും ഹെൽപ്ഫുൾ ആയിട്ട് എംപത്തറ്റിക് ആയിട്ട് ഒരു ഡോക്ടർ ബിഹേവ് ചെയ്യുന്നതന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയിരുന്നു ഞാൻ. പക്ഷെ ഡോക്ടർ ആക്ച്വലി അത്രയും ഇൻട്രസ്റ്റ് എടുത്ത് നമ്മുടെ കൂടെ ഓരോ കാര്യത്തിനും, ഓരോ തവണയും ഞാൻ ഓരോ ഡോക്ടർ വിസിറ്റ് നടത്തുമ്പോഴും ഓരോ സെഷൻ കഴിയുമ്പോഴും എന്തെങ്കിലും ചെറിയ പ്രോഗ്രസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പെയിൻ കൂടുതലാണെങ്കിലോ ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈന്റെ കാര്യത്തിലാണെങ്കിലോ എല്ലാത്തിനും ഞാൻ ഡോക്ടറായിട്ടാണ് സംസാരിക്കാറ്. ഈ ഒരു ജേർണിയിൽ എനിക്ക് മനസ്സിലായ കുറെ കാര്യങ്ങൾ. ഫസ്റ്റ് തിങ്, ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് എല്ലാവർക്കും ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഇൻക്ലൂഡഡ് ആണുള്ളത്. അതിൽ ലാച്ചിങ് ഇമ്പോർട്ടന്റ് ആണ്. ലാച്ചിങ് പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് ക്രാക്സ് വരാം, നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിങ് ആയിരിക്കും, കുട്ടിക്ക് കറക്റ്റ് ആയിട്ട് മിൽക്ക് കിട്ടുകയില്ല. ബ്രസ്റ്റ് ഫീഡിങ് മാത്രമല്ല ബേബി ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ബെയർ സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ഡെയിലി ചെയ്യുന്നതും, ഫീഡ് ചെയ്യുമ്പോൾ ബേബി ആയിട്ട് ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നതും, അവരെ ഹോൾഡ് ചെയ്യുന്നതും, വാം കഡിൽസ് കൊടുക്കുന്നതും, അവരോട് സംസാരിക്കുന്നതും, റെസ്പോണ്ടിങ് ടു ദയർ നീഡ്സും ഒക്കെ ബേബി ആയിട്ടുള്ള കണക്ഷൻ കീപ്പ് ചെയ്യാൻ ബ്രസ്റ്റ് ഫീഡിങ് പോലെ തന്നെ ഹെൽപ്പ് ചെയ്യും. സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ കുട്ടിയായിട്ടുള്ള നമ്മുടെ ബോണ്ടിങ്ങിലും, അതേപോലെ അവരുടെ ഇമോഷണൽ ആൻഡ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിലൊക്കെ അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുകയാണ്. ബ്രസ്റ്റ് പമ്പ്സ് എങ്ങനെ യൂസ് ചെയ്യാം, ഇലക്ട്രിക് പമ്പ്, അതുപോലെ ഫ്ലാൻ സൈസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയത് ഞാൻ ഇപ്പോഴാണ്. ഫ്ലാൻ സൈസ് കറക്റ്റ് ആണെങ്കിൽ മിൽക്കിൻ്റെ ഔട്ട്പുട്ടിലും നിപ്പിൾ കംഫർട്ടിലും ഓവറോൾ ബ്രസ്റ്റ് ഹെൽത്ത് തന്നെ ഡിഫറൻസ് വരാം. ഇപ്പോൾ ഫ്രിക്ഷൻ, റബ്ബിങ്, ക്രാക്സ്, സ്വെല്ലിങ് എല്ലാം അവോയ്ഡ് ചെയ്യാം. ടു സ്മോൾ ഓർ ടു ലാർജ് ആയ ഫ്ലാൻ സൈസ് ചൂസ് ചെയ്യാതെ നിപ്പിളിൻ്റെ ഡയമീറ്ററിന് ആപ്റ്റ് ആയിട്ടുള്ള പമ്പ് വാങ്ങിക്കാം. ബേബി സക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണോ മിൽക്ക് വരുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ പമ്പ് ചെയ്യുമ്പോഴും നമ്മുടെ സക്ഷൻ സംഭവിക്കുന്നത്. സക്ഷൻ്റെ സമയത്ത് നിപ്പിളിലേക്ക് ഫോഴ്സ് വരാതെ അരിയോളയിലേക്ക് മാത്രമാണ് ഫോഴ്സ് വരേണ്ടതെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മളെ വിസിറ്റ് ചെയ്യാൻ വരുന്നവരില്, നമ്മളെ റിലേറ്റീവ്സില്, അല്ലെങ്കിൽ നമ്മളിപ്പോ കൺസേൺ ഷെയർ ചെയ്യുന്ന ഡോക്ടേഴ്സ്, നേഴ്സസ് എല്ലാരും മേ ബി പറയുമായിരിക്കും ഇതൊക്കെ നോർമലാണ്, ഇതൊക്കെ സഹിക്കണം, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്, ഫീഡ് ചെയ്യാൻ മാറാവുന്ന പ്രശ്നങ്ങൾ, ഫീഡ് ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഓൾറെഡി റിഗ്രറ്റിലും ഗിൽറ്റിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പെയിനിലൊക്കെ ഇരിക്കുന്ന നമ്മളൊരു ഹോപ്പ്ലെസ് സിറ്റുവേഷനിലേക്ക് അത് കൊണ്ടുപോയേക്കാം. ഫോർ എക്സാമ്പിൾ കടുത്ത വേദന ഉണ്ട്, ബോഡി മൊത്തം കുഴഞ്ഞു പോയപ്പോൾ ഇതൊക്കെ ഡ്രാമയാണ്, ഞാൻ കുഞ്ഞിനെ അനാഥാക്കാനുള്ള പ്ലാനാണെന്നൊക്കെയാണ് എൻ്റെ ഗൈനക്കോളജിസ്റ്റ് എന്നോട് പറഞ്ഞത്. എല്ലാരും പറഞ്ഞ് ഞാനെന്തോ എന്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, എനിക്ക് കുറച്ച് വേദന സഹിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെയുള്ള ഒരു തോട്ട് എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്ന വേദന ആയിരുന്നില്ല, കുറച്ചൊക്കെ വേദന ആയിരുന്നെങ്കിൽ ഞാൻ സഹിച്ചേനെ എന്നുള്ള തോട്ട് എനിക്കുണ്ടായിരുന്നു. സോ ഞാൻ പറയുന്നത്, ആളുകൾ പലതും പറയും, അവർക്ക് ജസ്റ്റ് ആ പറഞ്ഞു പോകുന്ന സമയത്ത് അവരുടെ ആ ഒരു ഇതിനു വേണ്ടി പറയുന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ സ്ട്രഗിൾ, നമ്മുടെ പെയിൻ, നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു സഫോക്കേഷൻ ഒക്കെ നമുക്ക് മാത്രമേ അറിയുള്ളൂ. സോ ഒരു സൊല്യൂഷൻ കിട്ടാത്ത രീതിയിൽ, സൊല്യൂഷൻ തരാത്ത രീതിയിൽ ആരെങ്കിലും നമ്മളോട് അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ, ജസ്റ്റ് കാഷ്വൽ ആയിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. അത് ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് പഠിച്ച വലിയൊരു പാഠാണ്. എന്റെ പെയിനിന് ഡിഫറൻസ് ഒന്നും വന്നില്ലെങ്കിലും, എനിക്ക് ഡയറക്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, എനിക്ക് നല്ല ജനറസ് മിൽക്ക് സപ്ലൈ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ബേബിക്ക് അത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാ, അവൻ ഏത് മെത്തേഡിലൂടെ ഫീഡ് ചെയ്യുകയാണെങ്കിലും അത് നല്ലവണ്ണം ആക്സെപ്റ്റ് ചെയ്തിട്ട്, ഇനിയിപ്പോൾ ഗോകർണാണെങ്കിലും ബോട്ടിലാണെങ്കിലും എപ്പോഴെങ്കിലും ഡയറക്റ്റ് ഫീഡിങ് ചെയ്യുകയാണെങ്കിലും ഒക്കെ ഈസി ആയിട്ട് അതിനോട്ട് അഡാപ്റ്റ് ചെയ്യുന്നതുകൊണ്ടും അവന് നല്ല പ്രോപ്പറായിട്ടുള്ള വെയിറ്റ് ഗെയിൻ ഉള്ളതുകൊണ്ടും ഐ തിങ്ക് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അതർ ദാൻ ഹൗ യു ഗിവ് ദം ദ മിൽക്ക്. പക്ഷെ നമ്മൾ ഡയറക്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ഒരു കൺവീനിയൻസ് ഉണ്ട്, ഏത് സമയത്തും എപ്പോ വേണമെങ്കിലും വിത്തൗട്ട് എനി പ്രിപ്പറേഷൻ. പിന്നെ ഇത് കേടുവരുമോ, ഇത് എടുത്ത് വെച്ചിട്ട് എത്ര നേരം യൂസ് ചെയ്യാം, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണെങ്കിൽ അത് അതിന്റെ തണുപ്പ് പോയി അത് വാം ആക്കണം, അങ്ങനെയുള്ള ഒരു പ്രൊസീജിയേഴ്സിന്റെ ഒന്നും ആവശ്യമില്ല ഡയറക്റ്റ് ഫീഡിങ് ആകുമ്പോൾ. ആ ഒരു കൺവീനിയൻസ് മാത്രമാണ് എനിക്ക് ആക്ച്വലി മിസ് ആവുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം
ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു. എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഇന്റൻസീവ് ആയിട്ടുള്ള പെയിൻ വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ എനിക്ക് ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പൊ ഞാൻ 4 months പോസ്റ്റ്മോർട്ടമാണ്. ആദ്യം ഉണ്ടായിരുന്ന ചെറിയ ക്രാക്സ് ഒക്കെ ഓയിൻമെൻറ്റ്സ് കൂടി അല്ലാതൊക്കെ പെട്ടെന്ന് മാറി. പെയിന് പിന്നെ ഒരുപാട് ഓയിൻമെൻറ്റ്സ് പല ഡോക്ടേഴ്സും തന്നു. അതിൽ ആയുർവേദിക് ഓയിൻമെൻറ്റ്സും ലേപങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. ലാച്ചിങ് പ്രോപ്പറാണ്. ഓവർ സപ്ലൈ മൂലമുള്ള എൻഗോജ്മെൻറ്റ് പമ്പിങ് ഫ്രീക്വൻ്റ് ആയപ്പോൾ മാറി. എന്നിട്ടും പെയിൻ സെയിം തന്നെയാണെന്ന് എന്തുകൊണ്ടാണെന്ന് അറിയാൻ പിന്നീടും പല ഡോക്ടേഴ്സിനെ ഞാൻ കണ്ടു, ഇൻക്ലൂഡിങ് ഡിഫറെൻറ്റ് ഗൈനക്കോളജിസ്റ്റ്, പിന്നെ അതിൽ തന്നെ ആയുർവേദം, അലോപ്പതി, സർജൻസ്, ന്യൂറോളജിസ്റ്റ്, ബേബീൻ്റെ മൗത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നിയോനേറ്റോളജിസ്റ്റിനെയൊക്കെ. ലാസ്റ്റ് കണ്ടത് ഞാനൊരു പെയിൻ ക്ലിനിക്കൽ സ്പെഷ്യലിസ്റ്റിനാണ്. ബട്ട് എനിക്ക് അതുകൊണ്ടൊന്നും എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള റീസൺ എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇൻഫർമേഷൻ ഒക്കെ ആക്ച്വലി ഈ ലാക്ടേഷനെ കുറിച്ച് കിട്ടി. കാരണം ഡെയിലി ഞാൻ പമ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതിനെക്കുറിച്ച് വായിക്കായിരുന്നു. എന്താണ് എന്റെ ഇഷ്യൂ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്തു. കുറേ സ്കാനിങ് ചെയ്തു, മെഡിസിൻസ് കഴിച്ചു, ആന്റിബയോട്ടിക്സ് കഴിച്ചു, ഈസ്റ്റ് ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിനുള്ള മെഡിസിൻസ് കഴിച്ചു, ഓയിൻമെന്റ്സ് അപ്ലൈ ചെയ്തു, ലോഷൻസ് അപ്ലൈ ചെയ്തു, മസാജിങ് ചെയ്തു, വാം കംപ്രസ് ചെയ്തു, ഐസ് വെച്ചു. പക്ഷെ അതൊന്നും എന്റെ പെയിനിന് ഒരു ഡിഫറൻസ് വന്നില്ല. സോ എന്തുകൊണ്ടാണ് ഈ പെയിൻ എന്നുള്ളത് ഇപ്പോഴും ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഇലക്ട്രിക് പമ്പ് യൂസ് ചെയ്തുകൊണ്ട് മാജിക്കലി എല്ലാ പ്രോബ്ലംസും ഡിസപ്പിയർ ആവുകയും ചെയ്തിട്ടില്ല. ഇറ്റ് ജസ്റ്റ് ഗേവ് മി അനദർ ഓപ്ഷൻ. ഇപ്പോഴും ഞാൻ എക്സ്ക്ലൂസീവ്ലി പമ്പ് ചെയ്യാനാണ് ചെയ്യുന്നത്. ബട്ട് ഡെയിലി ഒരു 1 or 2 times ഞാൻ മാക്സിമം പെയിൻ ബെയർ ചെയ്തിട്ടാണെങ്കിലും ഞാൻ ഫീഡ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. ഇഫ് എവ്രി വൺ കീപ് സേയിങ് ഈ പെയിൻ ഒക്കെ നോർമലാണ്, ഈ പെയിൻ ഒക്കെ നോർമലാണ്, ബട്ട് യു ഫീൽ ദാറ്റ് സംതിങ് ഇസ് റോങ്. കണ്ടിന്യൂസ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങളുടെ പെയിൻ മാറാൻ പോകും. സോ ഡോണ്ട് ഇഗ്നോർ യുവർ ഇൻസ്റ്റിങ്ക്റ്റ്. ഇന്റൻസ് പെയിൻ നമ്മൾ ബെയർ ചെയ്ത് നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ, ഡയറക്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് കുട്ടിയോടുള്ള അറ്റാച്ച്മെന്റ് ആക്ച്വലി കുറയുകയാണ് ചെയ്യുക. ബിക്കോസ് ഇത്രയും പെയിൻ തരുന്ന ഒരു കാര്യം ഞാൻ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നമുക്കൊരു ഫിയറും ആ ഒരു സമയത്ത് ഒരു സ്ട്രെസ്സും ആൻസൈറ്റി ഒക്കെ വന്നിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ആണ് അതിലൂടെ നമുക്ക് വരിക. സോ ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ കൺസൾട്ട് എ ലാക്ടേഷൻ എക്സ്പെർട്ട്, ടോക്ക് ടു യുവർ ഡോക്ടർ. കാരണം എവറി ബ്രസ്റ്റ് ഫീഡിങ് ജേർണി ഇസ് ഡിഫറെന്റ്. വാട്ട് വർക്ക് ഫോർ മീ ചിലപ്പോൾ നിങ്ങൾക്ക് വർക്ക് ആയിപ്പോളെന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ലൈഫിൽ ഇങ്ങനെ ഒരു സ്ട്രഗിൾഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ അതൊന്ന് ഷെയർ ചെയ്യും. മേ ബി നിങ്ങളുടെ ഒരു കമന്റ് വേറൊരാളുടെ സൊല്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വി ആർ നോട്ട് അലോൺ ഇൻ ദിസ് എന്നുള്ളൊരു തോട്ട് ഒരാൾക്ക് വരാൻ അത് കാരണമാണ്. ആസ് ഐ സെഡ്, ഞാനിത് ഷെയർ ചെയ്തത് ഞാനൊരു എക്സ്പേർട്ട് ആയതുകൊണ്ടൊന്നുമല്ല. ബട്ട് ഐ എം എ മദർ ഹു സ്ട്രഗിൾഡ്. Sometimes motherhood is not about following the plan you always imagined. It's about adapting with love. I still hope one day എനിക്കും ഈസി ആയിട്ട് ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ പറ്റുന്നു. ബട്ട് അൺടിൽ ദെൻ ഐ എം ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഈ ഒരു ജേർണി ഇങ്ങനെ കൊണ്ടുപോകാൻ എനിക്ക് വേറൊരു വഴി കിട്ടിയല്ലോ. And I think motherhood is not measured by how your baby is fed. It's measured by the love, care and effort you give every single day. If you're watching this video while crying through another feeding, എനിക്ക് നിങ്ങളെ മനസ്സിലാവും. ഒരു ദിവസം ഇതെല്ലാം ഓക്കെ ആവും. ആൻഡ് ഈ വീഡിയോ ദൂരത്തിരുന്നുകൊണ്ട് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ഞാനിടുന്നൊരു എഫേർട്ടാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.